ഇപ്പോൾ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മാധ്യമങ്ങളെ കാണുന്നു. ഈ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്തിനുള്ളതായി വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ വൻഭൂരിപക്ഷത്തോടുകൂടി വൻപിച്ച പുരുഷത്തോടുകൂടി ഷൗക്കത്ത് ഇത്തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെടും എന്നുറച്ച വിശ്വാസമുണ്ട്. എൻ്റെ ശക്തിയും സുഹൃത്തുമായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ പിൻഗാമിയായി ഷൗക്കത്ത് കേരള നിയമസഭയിലേക്ക് വരുന്ന സൂചന ഞാൻ കാത്തിരിക്കുകയാണ്. ഷൗക്കത്തിന് എല്ലാ ആശംസകൾ അർപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ചാൽ BJP സ്ഥാനാർത്ഥിക്ക് ഉറപ്പായും കെട്ടിവെച്ച കാശി പോകും എന്ന കാര്യവും സംശയമില്ല. ഇനി ഷൗക്കത്ത് എനിക്ക് പറയാനുള്ളത് പറയുന്നത് നമ്മൾ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത്, ഈ ഇലക്ഷനിൽ ഷൗക്കത്തെ പിന്താങ്ങാൻ പോകുന്നത് കോൺഗ്രസ്സുകാരും അനുഭാവികളും മാത്രമല്ല, UDFകാരും അനുഭാവികൾ മാത്രമല്ല, ഒരു തുടർഭരണം ഉണ്ടായിക്കൂടാ എന്നാഗ്രഹിക്കുന്ന കേരളം മുഴുവൻ അവരുടെ പ്രതിനിധികളായി നിലമ്പൂരുകാർ വോട്ട് ചെയ്യാൻ പോവുകയാണ്. തുടർഭരണത്തെ എതിർക്കുന്ന എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്താഗതികൾക്ക് അതീതമായി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യും. അതുകൊണ്ട് വൻ ഭൂരിപക്ഷം നിലമ്പൂരിൽ ചരിത്ര വിജയം ഷൗക്കത്തുണ്ടാവുന്ന ഉറച്ച വിശ്വാസം. ഇതുപോലെ തന്നെ പിണറായി സർക്കാരിനെ താഴെ ഇറക്കണം, പിണറായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ MLA രാജിവെച്ചത്. ആ MLA കൂടെ നിർത്തണ്ടേ കോൺഗ്രസ്? ഷൗക്കത്ത് സംസാരിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവിൻ്റെ ഒരു ഗുരുനാഥനെ പോലെ, പിതാവിൻ്റെ സുഹൃത്തിനെ പോലെ നീണ്ട 6 പതിറ്റാണ്ടിലേറെക്കാലം ദീർഘമായി കൂടെ ഒരു മെയ്യായി ഒരു മനസ്സായി പ്രവർത്തിച്ച ആൻ്റണി സാർ എനിക്ക് പിതൃതുല്യനാണ്. ഇന്നെൻ്റെ പിതാവില്ല, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറില്ല. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമ്പോൾ, എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാവുമ്പോൾ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇത് എ കെ ആൻ്റണി സാറാണ്. എ കെ ആൻ്റണി സാറ് എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടായിരിക്കണം നാളെ നോമിനേഷൻ കൊടുക്കേണ്ടത് എന്ന് ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചത്. ഇവിടുന്ന് കിട്ടുന്ന ഈ അനുഗ്രഹം, ഈ ആശീർവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവും ഉമ്മൻചാണ്ടി സാറും ഒക്കെ കൂടെയുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ ആത്മധൈര്യവും കരുത്തും ഒക്കെ ലഭിക്കുകയാണ് ആൻ്റണി സാറിൻ്റെ അടുത്ത് വന്ന് ഈ അനുഗ്രഹം വാങ്ങുമ്പോൾ. അതുകൊണ്ട് ഒരു സംശയവുമില്ല, കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട UDFന് നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ മുൻപിലാണ് UDF. മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ തുടർഭരണം അവസാനിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് കോൺഗ്രസും UDF എല്ലാം കാണുന്നത്. തുടക്കം തന്നെ. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലല്ലേ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ? ഈ സ്വാഭാവികമായിട്ടും ആന്റണിയെ സന്ദർശിക്കുകയായിരുന്നു നിലമ്പൂരിലെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് എ കെ ആന്റണി പങ്കുവയ്ക്കുന്നത്.